ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ ന്യൂ SCERT സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങളാൽ. ഇതിനു മുന്നേ ഉള്ള 5 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്കായി കണ്ടു നോക്കുക. അതുപോലെ തന്നെ ബേസിക് സയൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് 5th സ്റ്റാൻഡേർഡിൻ്റെ. അതും കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം പ്ലേലിസ്റ്റ്. അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കയറി കണ്ടു നോക്കുക. ഓക്കെ, അപ്പം ജനങ്ങൾ ജനങ്ങളാൽ ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് പഞ്ചായത്തിൽ വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് സംഘടിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് സംഘടിപ്പിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് അധ്യക്ഷത വഹിക്കുകയും അവിടെ കുട്ടികൾ ആയി ചേർന്ന് എടുത്ത തീരുമാനങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ? ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണഘടനാ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. എങ്ങനെയാണ് നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു? ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനം എന്താണ് പറയപ്പെടുന്നത്? ജനാധിപത്യം. അപ്പം എന്താണ് ജനാധിപത്യം? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന കോട്ട് നോക്കൂ. എബ്രഹാം ലിങ്കൺ പറയുന്നു, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ആരുടെ വാക്കുകളാണ്? എബ്രഹാം ലിങ്കൺ. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞതാരാണ്? എബ്രഹാം ലിങ്കനാണ്. എബ്രഹാം ലിങ്കൻ ആരായിരുന്നു? US-ൻ്റെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. ഓക്കെ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? എല്ലാവർക്കും അറിയാമല്ലേ? ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണല്ലേ 47ാമത്തെ പ്രസിഡന്റ്. ഓക്കെ, അപ്പം എബ്രഹാം ലിങ്കൻ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. എന്താണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ്? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇനി ഗാന്ധിജി എന്താണ് പറഞ്ഞത്? ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യവുമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. എന്താണ് ഗാന്ധിജിയുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വ്യൂ? ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ദുർബലനും ശക്തനും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം, അതായിരിക്കണം ജനാധിപത്യം എന്നാണ് ഗാന്ധിജിയുടെ കോട്ട്. ഓക്കെ, അടുത്തത് പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. അപ്പം ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഫോം ചെയ്തത് എവിടെയാണ്? ഗ്രീസിലെ, പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് എല്ലാ പൊതുകാര്യങ്ങളിലും എല്ലാ ജനവിഭാഗത്തെയും ഉൾപ്പെടുത്തിയിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പം നിലവിലുള്ള ജനാധിപത്യത്തിൻ്റെ തുടക്കം എവിടെയാണ്? UK-യിൽ നിന്നാണ്. ഓക്കെ, പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം കൊണ്ടത്. എന്നാൽ നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെയാണ്? UK-യിൽ നിന്നാണ്. ഓക്കെ, UK-യിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ടത്? തെരഞ്ഞെടുപ്പ്, ഇലക്ഷൻ, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഓക്കെ, ഇനി പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ആരാണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ്. ആരാണ്? ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ. ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാരം. അപ്പം ഡെമോസ്, ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി
എന്ന വാക്ക് രൂപപ്പെട്ടത്. എന്താണ്? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്ന വാക്ക്. ഓക്കെ, അപ്പം ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ക്രാറ്റസ് എന്ന് പറഞ്ഞാൽ അധികാരം. അപ്പം ഈ രണ്ട് വാക്കുകളും കൂടെ ചേർന്നാണ് ഡെമോക്രസി, ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം, ജനാധിപത്യം എന്ന വാക്ക് രൂപം കൊണ്ടത്. ആരാണ്? പുരാതന ഗ്രീസ് ചരിത്രകാരനായ ഹെറോഡോട്ടസ്. ആരാണ്? പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ്. ഓക്കെ, ഇനി എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിൽ ജനങ്ങളെ കൂടി പങ്കാളികളാക്കാനും തീരുമാനമെടുക്കാനും അവസരം നൽകുന്ന വേദികൾ എന്തെന്ന് പറയും? ഗ്രാമസഭകൾ എന്ന് പറയും. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, നമുക്കത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാം. ആരാണ് ഗ്രാമസഭയിലെ അംഗങ്ങൾ? 18 വയസ്സ് പൂർത്തിയായവരെല്ലാം ഗ്രാമസഭയിലെ അംഗങ്ങളാണോ? അല്ല. ഇനി ഗ്രാമത്തിൽ താമസിക്കുന്നവർ എല്ലാവരും ഗ്രാമസഭയിലെ അംഗങ്ങളാണോ? അല്ല. പിന്നെ ആരാണ്? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളുമാണ് ഗ്രാമസഭയിലെ അംഗങ്ങൾ. ഓക്കെ, നഗരത്തിൽ ഇവ വാർഡ് സഭകളെന്ന് അറിയപ്പെടുന്നു. ഓക്കെ, നമുക്ക് നന്നായിട്ട് കൺഫ്യൂസ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും 18 വയസ്സ് തികഞ്ഞവരെല്ലാം ഗ്രാമസഭയിലെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആണോ, ആയിരിക്കും എന്ന് നമ്മളൊക്കെ എക്സാം ഹാളിൽ ഇരുന്ന് തോന്നാം. അപ്പം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ ഗ്രാമസഭയിലെ അംഗങ്ങളാകാൻ പറ്റുള്ളൂ. ഓക്കെ, ഗ്രാമസഭയിൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവാനും അവസരം ലഭിക്കുന്നു. ഇനി പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്നു. ഓക്കെ, ഡയറക്റ്റായിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന പറയുന്നത് പ്രത്യക്ഷ ജനാധിപത്യം. ഓക്കെ, താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, നിയമസഭയിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? ആരാണ് നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടുവിട്ട നമ്മുടെ പ്രതിനിധികളാണ്, അല്ലേ? MLA മാരാണ് നിയമസഭയിൽ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. എന്താണ്? കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. അപ്പം നിയമസഭയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചതെന്നാണ് 1888. ഇനി 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ 1904. ഇനി 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇനി 1904 ശ്രീമൂലം പ്രജാസഭ. ലാലായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുക. 1904 ശ്രീമൂലം പ്രജാസഭ. ഇനി 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. അതെല്ലാവർക്കും അറിയാം, അല്ലേ? 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 അപ്പം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം എന്നായിരുന്നു? 1947 ഏപ്രിൽ 27. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. അപ്പം ഏപ്രിൽ 27 എന്താണ്? നിയമസഭാ ദിനം. 1957 ഏപ്രിൽ 27 ആദ്യ സമ്മേളനം. ഏപ്രിൽ 27 നിയമസഭാ ദിനം. ഓക്കെ, അപ്പം 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ, 1957 ഏപ്രിൽ 27 നിയമസഭയുടെ ആദ്യ സമ്മേളനം, കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം. ഇനി ഏപ്രിൽ 27 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? നിയമസഭാ ദിനമായി ആചരിക്കുന്നു. ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. നമ്മൾ നേരിട്ട് നിയമസഭയിൽ പോകാറുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രതിനിധികളാണ് നിയമസഭയിൽ പോയി നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ഓക്കെ,
പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയിലെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രത്യക്ഷ ജനാധിപത്യമാണെങ്കിൽ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് കൂടുതൽ നല്ലത്. പരോക്ഷ ജനാധിപത്യം ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. ഓക്കെ, ഇനി കുറച്ച് കട്ടിങ്സ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. അപ്പം സൗദി അറേബ്യയിൽ എന്ത് ഭരണമാണ്? രാജഭരണമാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യം അവസാനിച്ചു. സ്വിറ്റ്സർലാൻഡിൽ എപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം. സ്വിറ്റ്സർലാൻഡിൽ എന്താണ്? പങ്കാളിത്ത ജനാധിപത്യം. സൗദി അറേബ്യയിലാണെങ്കിൽ രാജഭരണം, ഇന്ത്യയിലാണെങ്കിൽ ജനാധിപത്യം. ഓക്കെ, അടുത്തത് ജനാധിപത്യവും അതിൻ്റെ സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നോക്കിയേ. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ പറ്റിയതാണ്. ജനാധിപത്യവും സവിശേഷതകളും. ജനാധിപത്യ സംവിധാനങ്ങളിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. അതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. പ്രതിപക്ഷം എന്തോ ചെയ്യും? വിമർശനങ്ങളിലൂടെ ഗവൺമെൻറ്റിനെ മെച്ചപ്പെടുത്തും. അപ്പം ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. ഗവൺമെൻറ്റിൻ്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ജസ്റ്റ് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ചാൽ മതി, കിട്ടിക്കോളും. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന എന്താണ്? നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. ഓക്കെ, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതൊക്കെ എന്താണ്? ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ്. ഓക്കെ, ഇനി തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? എന്താണ്? യാതൊരു വിവേചനവുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 326. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. അപ്പം 89 വരെ എത്രയായിരുന്നു പ്രായം? 21 ആയിരുന്നു. 21 വയസ്സുള്ളവർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴെത്രയായത്? 18 വയസ്സായി. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ? ആദ്യം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. ഇനി അത് കഴിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. അപ്പം ആദ്യമേ ഉദ്യോഗസ്ഥരെ നിയമിക്കും, അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. അത് കഴിഞ്ഞാണ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കൽ. പിന്നീട് പത്രികയുടെ സൂക്ഷ്മ പരിശോധന. അപ്പം ആദ്യമേ ഉദ്യോഗസ്ഥരെ നിയമിക്കും, അത് കഴിഞ്ഞാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും, നോമിനേഷൻ കൊടുക്കും അല്ലേ? എന്നിട്ട് അതിൻ്റെ സൂക്ഷ്മ പരിശോധനയാണ് സ്ക്രൂട്ടനി ഓഫ് ദി നോമിനേഷൻ. എന്താണ്? പത്രികയുടെ സൂക്ഷ്മ പരിശോധനയാണ് പിന്നീട് നടക്കുന്നത്. അത് കഴിഞ്ഞ് പിൻവലിക്കൽ, നാമനിർദ്ദേശ പത്രികയുടെ പിൻവലിക്കൽ, ആവശ്യമില്ലാത്തവർക്ക് പിൻവലിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രചരണം. എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രചരണം തുടങ്ങും, തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അവസാനം എന്താണ്? വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ, അപ്പം ആദ്യം എന്താണ്? ഉദ്യോഗസ്ഥരെ നിയമിക്കും, പിന്നീട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. അത് കഴിഞ്ഞ് എന്തോ ചെയ്യും? നോമിനേഷൻ കൊടുക്കും അല്ലേ? നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കും, അത് സ്ക്രൂട്ടനി സൂക്ഷ്മ പരിശോധന ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും? പത്രിക പിൻവലിക്കൽ. അടുത്തത് തിരഞ്ഞെടുപ്പ് പ്രചരണം, പിന്നീട് തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. കറക്റ്റ് ഓർഡർ എഴുതാനായിട്ട് ചോദിക്കുക ഇത്. ഓക്കെ, ഇനി തിരഞ്ഞെടുപ്പുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. ഇതിനു പുറമെ വേറെ കുറച്ച് ധർമ്മങ്ങളും കൂടെ ഉണ്ട്. എന്താണെന്ന് നോക്കിയേ. ഗവൺമെൻറ്റിനെ രൂപീകരിക്കുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ്റിനെ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാവർക്കും അല്ലേ? ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഓക്കെ,
അപ്പോൾ എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ? ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എത്രയാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 324. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. അപ്പം എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. ഓക്കെ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തലാണ്. ഓക്കെ, 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പം 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളുണ്ട്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ 3 പേരാണുള്ളത്. എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. ഓക്കെ, ഇനി അടുത്തത് ജനാധിപത്യം ഒരു ജീവിതക്രമം. അതായത് വീട്ടിലെ അഭിപ്രായങ്ങൾ ആരൊക്കെ ചേർന്നാണ് അഭിപ്രായങ്ങൾ എടുക്കുന്നത്? ഒരു വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒരു അഭിപ്രായം എടുക്കുന്നത്, അല്ലേ? അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഈ പിക്ചറിനകത്ത് കൊടുത്തിരിക്കുകയാണ്. ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നതും എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഒരു സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്യുന്നതും. അപ്പം നോക്കിയേ, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത്. എന്താണ്? എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത്. അതുപോലെ തന്നെ സ്കൂളിലും ഒരു ടൂർ പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്യുകയാണ്. സ്കൂളിലെ ജനാധിപത്യത്തിനെ കുറിച്ച് പറയുകയാണ്. എന്താണ്? കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി ജനാധിപത്യം പൊതുവിടങ്ങളിൽ. എങ്ങനെയാണ്? പൊതുവിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതുനിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമാണ്. ഓക്കെ, അപ്പം പൊതുവിടങ്ങളിലെ ജനാധിപത്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനുമപ്പുറം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ട്. ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകളാണ്. എന്താണ്? ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകളാണ്. കൂടാതെ തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മൂല്യമുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി അനുഭവവേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത്. ഓക്കെ, എന്താണ്? കൂടുതൽ തുല്യ പദവി, തുല്യ അവസരം, ഓക്കെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഇനി റിസോഴ്സസിൻ്റെ തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി ഉള്ളപ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്റർ. നല്ലൊരു ചാപ്റ്ററാണ്, അല്ലേ? കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. 5th സ്റ്റാൻഡേർഡാണെന്ന് പറഞ്ഞാൽ ആരും സിമ്പിളായിട്ട് കാണണ്ട. വളരെ നല്ലൊരു ചാപ്റ്ററാണ്. നമ്മളെ ട്രിക്കി ആയിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മളെ പറ്റിക്കാൻ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം നന്നായിട്ട് 2-3 വട്ടം നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കേട്ട് നോക്കുക. ഓക്കെ, പഠിച്ച് നന്നായിട്ട് ഉറപ്പിക്കുക. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ ചാനലിലൂടെ SCRT ക്ലാസ്സസ് മാത്രമല്ല PYQ ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പം റീസെൻ്റായിട്ട് നടത്തി വന്ന ഫൈനൽ ആൻസർ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് നടക്കുന്നത്. എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ ഉടനെയുള്ള പ്രൊവിഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഉള്ള ഫൈനൽ ആൻസർ കീയും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കണ്ടു നോക്കുക. PYQൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആർക്കും, അല്ലേ? ഡെയിലി ഒരു PYQ എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കണം മസ്റ്റായിട്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.